ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് SIT നോട്ടീസ് നൽകി. ജില്ലാ പോലീസ് കമാൻഡ് സെന്ററിലെത്താനാണ് നിർദ്ദേശം. ചോദ്യം ചെയ്യലിന് തയ്യാറാണെന്ന് സിദ്ദിഖ് കത്ത് നൽകിയതിന് പിന്നാലെയാണ് നീക്കം. സൈഫുന്നിസ അലിയാർ തുടരുന്നുണ്ട്. സൈഫുന്നിസ, ഏതായാലും സിദ്ദിഖിനെ ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് സിദ്ദിഖ് ചോദ്യം ചെയ്യലിന് തയ്യാറാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കത്തും നൽകിയത്. അങ്ങനെയെങ്കിൽ എപ്പോഴായിരിക്കും സിദ്ദിഖ് ഹാജരാവുക? മറ്റു നടപടികൾ എങ്ങനെയായിരിക്കും? തുളസി, ഗുഡ് മോർണിംഗ്. സിദ്ദിഖ് നാളെ രാവിലെ തന്നെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നാർക്കോട്ടിക് സെൽ AC ആണ് തിരുവനന്തപുരത്ത് നിന്ന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നോട്ടീസ് സിദ്ദിഖ് കൈപ്പറ്റിയിട്ടുമുണ്ട്. നാളെ രാവിലെ നേരത്തെ തന്നെ ഈ 22-ന് മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ ഈ കത്ത് നൽകിയ കാര്യം അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും. കഴിഞ്ഞ തവണ സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ച് സിദ്ദിഖിനെ ചോദ്യം ചെയ്യാം എന്ന് അറിയിച്ചെങ്കിലും അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരുന്നില്ല. പിന്നീട് സിദ്ദിഖ് തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു കത്ത് നൽകിയിരുന്നു. പക്ഷേ അപ്പോഴും അന്വേഷണ സംഘം സിദ്ദിഖിനോട് ഹാജരാകാൻ പ്രത്യേകിച്ചൊരു തീയതി പറഞ്ഞിരുന്നില്ല. അന്വേഷണ സംഘം കരുതിയിരുന്നത് ഈ 22-ന് സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ ഈ പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് തന്നെ അറസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളണമെന്ന വാദം മുൻപോട്ട് വയ്ക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഈ 2 ആഴ്ചയ്ക്കകത്ത് സിദ്ദിഖിനെ ചോദ്യം ചെയ്യാം എന്നുള്ള ഒരു നിർദ്ദേശം സുപ്രീം കോടതി തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും കൂടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതായത് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ വിശദമായി ഇനിയും ചോദ്യം ചെയ്യാനുണ്ട് എന്ന വാദം കൂടി ഉന്നയിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ രാവിലെ സിദ്ദിഖ് ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഈ കേസിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിട്ടും ഒരാഴ്ചയോളം സിദ്ദിഖ് ഒളിവിൽ കഴിയുകയായിരുന്നു. അതിനുശേഷമാണ് സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയത്. അപ്പോഴും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ സിദ്ദിഖിനെ പിടികൂടിയിരുന്നില്ല. പിന്നീട് സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ച് സുപ്രീം കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം നൽകുകയാണ് സിദ്ദിഖിന് ചെയ്തത്. ഒപ്പം തന്നെ ഈ സുപ്രീം കോടതിയിലെ ഉത്തരവിൽ, നിലവിൽ ലഭിച്ചിരിക്കുന്ന ഉത്തരവിൽ അന്വേഷണ സംഘത്തിന് വ്യക്തതക്കുറവ് ഉള്ളതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ അന്തിമ തീരുമാനം വന്ന ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാമെന്നുള്ളതാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട ആദ്യ ചോദ്യം ചെയ്യൽ സിദ്ദിഖിൻ്റേത് നാളെ ഉണ്ടാകും. സിദ്ദിഖിനെ നാളെ ചോദ്യം ചെയ്യുമെന്നാണ് സൈഫുന്നിസ അലിയാർ റിപ്പോർട്ട് ചെയ്യുന്നത്.